രാവിലെ എണീച്ചെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. ഏകദേശം നട്ടുച്ചയാകാനായിട്ടുണ്ട്. ഒരു 10 മണിയായരാന്ന് കേട്ടാ ഞാൻ എണീച്ചു വന്നപ്പോ നല്ലൊരു കാലാവസ്ഥ. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാനും പൊന്നൂസും പല്ലേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പൊന്നൂന്റെ ഈ ഒരു രൂപം കാണുമ്പോൾ എനിക്ക് അന്യനിലെ വിക്രത്തിനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പല്ല് വെച്ചോണ്ടിരിക്കുമ്പോ കുറെ നേരം ഓളം എന്തോ സാധനത്തിന് അങ്ങ് കാണിച്ചു തരാൻ നോക്കുന്നുണ്ട് കേട്ടാ. എന്നാന്ന് സൂം ചെയ്ത് നോക്കിയാരാന്ന് ഒരു പുയുനെ കണ്ട് അതിനെ കാല് വെച്ചോളം ഉടച്ച് ആ പാവം പുയു അതിലേക്കൂടി അഴിഞ്ഞു പോന്നേന്. ഓൾ അതിനെ കൊന്ന്. പുയുന്റെ കാര്യം പറഞ്ഞുതരാം. എന്റെ കഴിക്കുന്നതിൽ എന്തോ സാധനം കടിച്ചിട്ട് നീര് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെന്നാന്നമോ കടിച്ചത്. സ്കൂളിൽ ഇങ്ങനെ അവധി കൊടുക്കുന്നുണ്ട്. പിള്ളേർക്കെല്ലാം എന്ത് സുഖാന്നല്ലേ. പിള്ളേർക്ക് മാത്രല്ല വീട്ടുകാർക്കും നല്ല സുഖാന്ന് തോന്നുന്നു. എന്റെ അവസ്ഥയാന്ന് കേട്ടാ ഞാൻ പറഞ്ഞത്. രാവിലെ ഒന്നും എണീക്കണ്ടല്ലോ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ മനോഹരമായ വെയില് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടിന്. ഈ ഒരു അവസരത്തിൽ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. സൂര്യനെ കാണിച്ചിട്ട് സൂര്യ എടപെടടാ എന്ന് പറയുന്നത്. ഇത്രയും രാവിലെ എന്തിനാ എണീച്ചേ? കുറച്ചും കൂടി ഉറങ്ങിക്കൂടേനോ എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ രാവിലെ എണീച്ച് ഏട്ടന് പോകുന്നതിന് മുമ്പ് ചായ എല്ലാം ആക്കി കൊടുത്തിട്ടാന്ന് കേട്ടാ പിന്നെയും പോയി കിടന്നത്. ഈ നല്ല മൂഡിൽ പൊന്നൂന് മുടി കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെയോട് കെട്ടാൻ വിടൂല കേട്ടാ. അങ്ങനെ പൊന്നൂസ് മുടികെട്ടി ഞാനും മുടികെട്ടി. എന്നിട്ട് TV വെച്ച് തിന്നുമ്പം TV കാണുന്ന നിർബന്ധമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെ ഞാൻ വെച്ചത് ടോം ആൻഡ് ജെറി. അടുക്കളയിൽ പോയി നോക്കിയാൽ രാവിലത്തെ ചായക്കടി ഗോതമ്പ് നുറുക്കിന്റെ ഉപ്മാവാന്ന് കേട്ടാ. അപ്പൊ ഉപ്മാവിനൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓംലേറ്റും കൂടി അടിക്കുന്നുണ്ട്. പൊന്നൂനും അമ്മക്കും സിംഗിൾ ഓംലേറ്റും എനിക്ക് ഡബിൾ ഓംലേറ്റും. എനിക്ക് ഡബിൾ ഓംലേറ്റ് അല്ലാണ്ട് ഇറങ്ങൂല കേട്ടോ. എന്തെന്നാന്നറിയില്ല. അങ്ങനെ ഉപ്മാവിന് കളറാക്കാൻ വേണ്ടി ഓംലേറ്റും അടിച്ചിട്ട് നേരെ TVന്റെ മുന്നിൽ വന്നിരുന്നു കേട്ടോ. ഏറെക്കുറെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെയാണ് ടോം ആൻഡ് ജെറി. അതുകൊണ്ട് അമ്മയും ഞാനും പൊന്നു ആസ്വദിച്ച് കണ്ടിരുന്ന് തിന്ന്. ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പൊന്നു കുത്തിയിരുന്ന് വരക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്നാ വരക്കുന്നെന്ന്. അപ്പോൾ പറഞ്ഞ അന്നയാ വരച്ചേന്ന്. ഇത്രയും വികൃതമാണ് എന്റെ മുഖം എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്ന് ജ്യൂസ് കുടിക്കേണ്ട കാര്യം ഓർമ്മ വന്നേ. മുടക്കിയിട്ടില്ല കേട്ടാ ജ്യൂസ് കുടിച്ചിനെ. ജ്യൂസ് ആക്കുന്ന സമയത്ത് ഒരാഴ്ചത്തേക്കുള്ള ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഇത് തീർന്നിട്ടേ ഇനി ആക്കണ്ടുള്ളൂ. ചായ കുടിയും ജ്യൂസ് കുടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് വാഷിംഗ് മെഷീന്റെ അടുത്തേക്കാന്ന് കേട്ടാ. തുണി അലക്കാനിട്ടിനേനും അത് അലക്കി കഴിഞ്ഞ് തുണി എടുക്കുന്നതിനേക്കാളും കൂടുതൽ എന്റെ ശ്രദ്ധ പുറത്തെ വെയിലിലാന്ന് കേട്ടാ. അതായത് വെയിലത്ത് തുണി ഇടണോ വേണ്ടിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇട്ട് നോക്കാൻ പ്രയോജനമൊന്നും കാണൂല. അങ്ങനെ ഞാൻ വേഗം പോയി വെയിലിന് തുണി ഇടാന്ന് വിചാരിച്ചേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തലാന്നേ.